നമുക്ക് സോളിമിസ് അല്ലേ ഫ്രണ്ട്സ്? ഹലോ, ഗുഡ് മോർണിംഗ് മാം. അതെ, ഗുഡ് മോർണിംഗ് മാം. അപ്പൊ നമ്മുടെ പുതിയ ചാപ്റ്റർ ഒക്കെ നിങ്ങൾ എടുത്തോ? ഞാൻ പറഞ്ഞ മാതിരി എന്തെങ്കിലുമൊക്കെ വായിച്ചൊക്കെ നോക്കിയോ? ഹലോ, നമ്മുടെ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ ചാപ്റ്റർ. എല്ലാവരും PDF എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? പറയുന്നുണ്ട്. നമുക്ക് നേരം കളയണ്ട അല്ലേ, ചാപ്റ്ററിലേക്ക് കിടക്കാലോ. മറ്റേ ഹെൽത്ത് കെയർ സിസ്റ്റം ഒക്കെ നിങ്ങൾ അത്യാവശ്യം പഠിച്ചു പോയി അല്ലെ? അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്തു. അപ്പോ അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. അത് ഇത്തിരി ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് നമ്മൾ സമയമൊക്കെ എടുത്ത് പറഞ്ഞതാണ്. അപ്പൊ പുതിയ ചാപ്റ്ററിലേക്ക് നമുക്ക് നോക്കാം. എന്താ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി. എന്താ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എപ്പോഴും എങ്ങനെയാ വരാ? ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണേ. അതെ അതെ, എന്തെങ്കിലും നല്ല ഫെസിലിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രോഗികൾക്ക് ഇത്തിരി കൂടി എന്താ പറയുക രോഗഭേദമാകാനായിട്ട് ഇംപ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലില് കൂടുതൽ സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യും. അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം ചിലപ്പോ നമ്മൾ മറ്റു ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിൽ തന്നെയുള്ള മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാതെ നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ എന്താണ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്ന് പറഞ്ഞ മാതിരി ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം രോഗിക്ക് ഇത്രയും കൂടി ഇമ്പ്രൂവ്മെന്റ് കിട്ടാൻ ചാൻസ് ഉള്ള ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്കോ, അല്ലെങ്കിൽ എന്താ പറയുക രോഗിയെ പരിചരിക്കുന്ന ഹോസ്പിറ്റലിൽ അത്രയും സൗകര്യമില്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിലേക്കോ രോഗിയെ കൊണ്ടുപോകാനായിട്ട് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും. മിക്കവാറും അത് എന്താ പറയുക പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനോട് കൂടെ ആലോചിച്ച് ഒരു ഡിസിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്, അതായത് ആ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോ രോഗി വളരെ സീരിയസ് കണ്ടീഷനായിട്ടൊക്കെ ചിലപ്പോ രോഗനിർണയം എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് അറിയപ്പെടുകയാണെങ്കിൽ അതിനെ കൂടുതൽ സ്പെസിഫൈ ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ വേറെ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ രോഗിയെ വിടുന്നതായിരിക്കും. അപ്പോൾ ചിലപ്പോ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെങ്കിൽ ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതിനൊപ്പം തന്നെ വളരെ കെയർഫുൾ ആയിട്ട് അതിൻ്റെതായ എക്യുപ്മെന്റ്സോട് കൂടിയിട്ടൊക്കെ തന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടതൊക്കെ വരും. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് എന്താ പോയിന്റ് ആയിട്ട് പഠിച്ചു പോവാം. തുടക്കം നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ. Intra and inter-hospital patient transfer is an important aspect of a patient care, which is often handled to enhance the existing management of the patient. അതായത് പറഞ്ഞ മാതിരി തന്നെ ഇൻട്ര അല്ലെ, ഉള്ളിൽ തന്നെയോ ഇൻട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഹോസ്പിറ്റലിലേക്ക്, ഇന്റർ ഹോസ്പിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഇതെന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വളരെ എന്താ പറയുക ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് പേഷ്യന്റ് കെയർ, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ളതാണ് ഫസ്റ്റ് പോയിന്റില് ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നത്. ഇറ്റ് മേ ഇൻവോൾവ് carrying a patient within the same facility for any diagnostic procedure or shift to another facility with more well developed care. സാധാരണയായിട്ട് ചിലപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ജസ്റ്റ് അവരൊന്ന് ഐഡന്റിഫൈ ചെയ്തു ഒരു രോഗം, ഇതൊരു രോഗത്തിന്റെ സ്റ്റാർട്ടിങ് ആണല്ലോ എന്നൊക്കെ ഉള്ള ഒരു ചിന്താഗതിയിലെ ഡോക്ടേഴ്സ് എന്ന് പറയും. ഇങ്ങനെയുണ്ടെങ്കിൽ വേറെ ഇപ്പൊ ക്യാൻസർ പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചിലപ്പോ അവരുടെ സിംറ്റംസ് ഒക്കെ അറിയാനായിട്ട് ചില ഡോക്ടേഴ്സിന് സാധിക്കും. ചില ഓപ്പറേഷൻ ഒക്കെ പ്രൊസീജിയർ ഒക്കെ നടത്തുന്നതിനൊപ്പം അത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും, നല്ല കറക്റ്റ് ആയിട്ട് ഇതിൻ്റെതായ സെയിം ഡിപ്പാർട്ട്മെന്റിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറയും. ഡോക്ടേഴ്സ് റിലേറ്റീവ്സ് ആയിട്ട് കൂടി ആലോചിച്ചിട്ട് ഡിസിഷൻ പറയും. നിങ്ങൾ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറയും. ഇൻ കേസ് അനദർ അല്ലെങ്കിൽ വേറെ പേരിലൊക്കെ ചിലപ്പോൾ ഇവിടെ ചികിത്സിക്കുന്ന രോഗിയുടെ മോർ ദാൻ വെൽ ഡെവലപ്ഡ് കെയർ, ഇതില് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടും വേറെ ഹോസ്പിറ്റലിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പറയും. ദ മെയിൻ എയിം ഇൻ ഓൾ സച്ച് ഷിഫ്റ്റിംഗ് ഈസ് ടു മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ. അതായത് പ്രധാനമായിട്ടും ഇതിന്റെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ മെഡിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള കൂടുതൽ പരിചരണം കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. As the transfer of a sick patient may produce various physiological changes which may negatively affect the prognosis of the patient.
അതായത് നല്ല കെയർഫുൾ ആയിട്ട് ഇവരെ ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ വേരിയസ് ഫിസിയോളജിക്കൽ ചേഞ്ചസ്, അതായത് അവർക്കെല്ലാം നല്ല കൃത്യമായിട്ടുള്ള ഷിഫ്റ്റിംഗ് ഒക്കെ കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഈ പേഷ്യന്റിന് തന്നെ നെഗറ്റീവ്ലി എഫക്ട് ചെയ്യും. അതായത് കറക്റ്റ് ടൈമില് അല്ലെങ്കിൽ കറക്റ്റ് എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട്, അതായത് ഹോസ്പിറ്റലിൽ പരിചരിക്കുന്നതിനൊപ്പം തന്നെ ചില എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ അതെല്ലാം ഒഴിവാക്കിയിട്ടാണ് ഈ വ്യക്തികളെ, ഈ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അത് നെഗറ്റീവ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ നല്ലപോലെ തന്നെ കെയർഫുൾ ആയിട്ടായിരിക്കണം ഈ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. It should be initiative safe transfer consists of a decision to transfer and communication, pre-transfer stabilization and preparation, choosing the appropriate mode of a transfer. അതായത് ഇതിനെ ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം നമുക്ക് തന്നെ അറിയാം, നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരമൊക്കെ ചിലപ്പോൾ പാരന്റ്സിനെയോ അതല്ലെങ്കിൽ വേറെ വല്ല വ്യക്തികളെയോ ഒക്കെ ഷിഫ്റ്റ് ചെയ്യുന്നതിൽ പങ്കാളികളായിട്ടുള്ളവരായിരിക്കും. ചിലപ്പോൾ നിങ്ങളെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ, അല്ലെ, നമ്മളെല്ലാവർക്കും ഹോസ്പിറ്റലിൽ പല ആവശ്യങ്ങളിലൊക്കെ ആയിട്ട് എന്താ പറയുന്നത് ചെല്ലേണ്ടതായിട്ടുള്ള അഭിമുഖീകരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പൊ നമുക്കത് അറിയാം എന്തുകൊണ്ട് എങ്ങനെയൊക്കെയാണ് അത് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരിക എന്നത്. അത് ഇതിൽ എടുത്തു പറയുന്ന കുറെ കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ, ചൂസിങ് അപ്രോപ്രിയേറ്റ് മോഡ് ഓഫ് ട്രാൻസ്ഫർ. അതായത് അവരുമായിട്ട് ആദ്യം തന്നെ ഒരു ഡിസിഷൻ എടുക്കണം. ഡോക്ടേഴ്സ് എന്താ പറയുന്ന പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ലൊരു ഡിസിഷൻ എടുക്കാം. നെക്സ്റ്റ് അവര് വീണ്ടും പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ എങ്ങനെയാണ് അതായത് ഈ രോഗിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതിനുള്ള മുൻകരുതലുകളും തയ്യാറെടുപ്പുകളൊക്കെ എടുക്കണം. ചൂസിങ് ദ അപ്രോപ്രിയേറ്റ് മോഡ്, ഏത് രീതിയിലാണ് ഇപ്പോ വളരെ എന്താ പറയാ എയർ ട്രാൻസ്പോർട്ട് വഴിയോ അല്ലെങ്കിൽ ലാൻഡ് ട്രാൻസ്പോർട്ട് വഴിയോ ഏത് മാർഗം വഴിയാണ് ഈ വ്യക്തിയെ മറ്റു ഹോസ്പിറ്റലിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടത്, അതാണ് മോഡ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചൂസ് ചെയ്യണം. ലാൻഡ് ട്രാൻസ്ഫർ ഓർ എയർ ട്രാൻസ്പോർട്ട് പേഴ്സൺ ഗോയിങ് അലോങ് വിത്ത് ദ പേഷ്യന്റ്, equipment and monitoring need in the course of transfer, and finally the documentation and the handover of the patient at the receiving facility. അതിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പേഷ്യന്റിനെ നമ്മള് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ എക്യുപ്മെന്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ചിലപ്പോ ചില മെഷീൻസിന്റെ സഹായത്തോടു കൂടിയിട്ടായിരിക്കാം രോഗി സാധാരണ നിലവിലുള്ള ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ എക്യുപ്മെന്റ്സും ചിലപ്പോ അതായത് കൊണ്ടുപോകേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പോ അതും കൈകാര്യം ചെയ്യണം. കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ, കറക്റ്റ് ആയിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അവർക്ക് പേഷ്യന്റ് ആയിട്ട് റിസീവിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ അവർക്ക് കുറെ രേഖകളും ഈ വ്യക്തിയെ എങ്ങനെ പരിചരിച്ചു എന്നുള്ള കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും അവർക്ക് മറന്നിരിക്കണം. അപ്പൊ അതിൻ്റെതായ ഡോക്യുമെന്റുകളെല്ലാം അവരുടെ കയ്യിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതോടൊപ്പം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇതില് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കുറെ കാര്യങ്ങൾ തന്നെയാണ്. അത് കൃത്യമായിട്ട് വിവരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്ങനെയാ നിങ്ങൾക്ക് ഈ പാരഗ്രാഫ് ഒക്കെയാണോ? എന്തെങ്കിലും മീനിങ്സ് നോക്കിയേ, എന്തെങ്കിലും ഡൗട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ തന്നെ പറയുന്നുണ്ട് എല്ലാവരും. അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പേഷ്യന്റിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്കോ ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് അഭിമുഖീകരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൽ വേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ചിലപ്പോൾ എക്യുപ്മെന്റ്സ്, ചിലപ്പോൾ ഡോക്ടേഴ്സിന്റെ കുറെ എന്താ പറയുക എന്തെങ്കിലും രേഖകൾ, ചിലപ്പോൾ അതൊക്കെ നമ്മൾ താഴെ കൃത്യമായിട്ട് പഠിച്ചു പോകുന്നുണ്ട്. പാരഗ്രാഫിൽ നമ്മൾ നിർദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ചെറിയ ബ്രീഫ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. പ്രോഗ്നോസിസ്, അതെ ഓക്കെ. പ്രോഗ്നോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവചിക്കുക, പ്രവചനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നെഗറ്റീവ്ലി അഫക്ട് ദ പ്രോഗ്നോസിസ് ഓഫ് ദ പേഷ്യന്റ്. നമുക്ക് നേരത്തെ കൂട്ടി ഇപ്പൊ എന്താ പറയുന്ന അവര് ഡൗൺ ആയിട്ട് പോവാൻ പാടില്ല. നമ്മൾ ഒരിക്കലും വ്യക്തിയെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഡൗൺ ആയിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള ഉദ്ദേശമല്ല. നമ്മുടെ മൈൻഡിൽ എപ്പോഴും എന്താണ്, പേഷ്യന്റ് ഇംപ്രൂവ് ചെയ്ത് വരണം എന്നുള്ളതാണ്. അപ്പൊ അവര് അതിനും കൂട്ടി മുൻകൂട്ടി മനസ്സിലാക്കിയിരിക്കണം. പ്രവചനം എന്ന് പറയുന്നത് അതിന് നെഗറ്റീവ് ആവാൻ പാടില്ല എന്ന് മുൻകൂട്ടി മൈൻഡിൽ വന്ന്, അതാണ് ആ പ്രവചനം എന്ന് ഉദ്ദേശിക്കുന്നത്. മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് ആവശ്യമായ ചികിത്സയൊക്കെ അക്കമ്പനി ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ.
അപ്പോ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ സാധാരണ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് താഴേക്ക് പോരുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടി ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ ക്ലിക്ക് ചെയ്ത് വരും. നോക്കാം. ഡെഫിനിഷൻ. Transfer is defined as preparing patient, completing request records and shifting patient to another department within the hospital or to another hospital or home. നേരത്തെ പറഞ്ഞു നമ്മൾ ചിലപ്പോൾ പേഷ്യന്റിനെ അല്ലെങ്കിൽ ഡോക്ടറും റിലേറ്റീവ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് തീരുമാനങ്ങൾ എടുക്കും അല്ലെ. അപ്പൊ ആളായിരിക്കും ആ ഡോക്ടേഴ്സ് പറയുന്നത് ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക്, അതായത് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ ഒരു ചെറിയ സിംറ്റംസ് കണ്ടു, അപ്പൊ നിങ്ങൾ ആ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി നേരത്തെ പറഞ്ഞ മാതിരി ക്യാൻസർ പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അത് വേറെ ഏതെങ്കിലും ട്രീറ്റ്മെന്റ് ബേസമായിട്ടായിരിക്കാം ഈ രോഗി അവിടെ ചെന്നിരിക്കുന്നത്. അപ്പൊ അവിടെ ട്രീറ്റ് ചെയ്യുന്നതിന്റെ ടൈമിലായിരിക്കാം ഈ രോഗിക്ക് ചെറിയ സിംറ്റംസ് ഒക്കെ ഉണ്ട് എങ്കിൽ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സംഭവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ പേഷ്യന്റുമായിട്ട് പേഷ്യന്റ് റിലേറ്റീവ്സുമായിട്ടൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ വിതിൻ ദ ഹോസ്പിറ്റലിലേക്ക്, ഹോസ്പിറ്റലിന്റെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ടു അനദർ ഹോസ്പിറ്റൽ ഓർ ഹോം. ഹോസ്പിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇച്ചിരി കൂടി ഹയർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഇവിടുത്തെ സൗകര്യത്തിനേക്കാളും ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ ഈ രോഗിയെ കൊണ്ടുപോകണമെന്ന് നമ്മളോട് നിർദ്ദേശിക്കും അല്ലെ. റിലേറ്റീവ്സിനോട് പറയും ഈ ഹോസ്പിറ്റൽ അതിനുള്ള സൗകര്യം കുറവാണ്, മതിയായ സംഭവങ്ങളൊന്നും ഇല്ല, അപ്പൊ നിങ്ങൾ ഇതിനു കൂടി സ്പെഷ്യലായിട്ട് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ചിലപ്പോൾ ഹോസ്പിറ്റലിന്റെ പേര് വരെ അവര് നമുക്ക് നിർദ്ദേശിച്ചു തരും. അപ്പൊ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, രോഗിയെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഇൻ കേസ് ഹോം എന്ന് പറയുന്നുണ്ട്, അതായത് ചിലപ്പോൾ നമുക്കറിയാം ചില എന്താ പറയുക ഏജ്ഡ് പീപ്പിൾസ്, അതിന് അവർക്കൊന്നും ചിലപ്പോ ആണെങ്കിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇനിയും മെഡിസിൻസ് കൊടുത്ത് അല്ലെങ്കിൽ ഇനിയും ഒരു നിശ്ചിത ഏജ് കഴിയുമ്പോൾ ചിലപ്പോൾ ഓപ്പറേഷൻ ഒന്നും സക്സസ് ആയിട്ട് വരില്ല. അപ്പൊ അവർക്ക് ഓപ്പറേഷൻ ചെയ്യാനൊന്നും ഈ ടൈമിൽ ഒരു 80 ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഓപ്പറേഷൻസ് ഒന്നും വലിയ മേജർ ഓപ്പറേഷൻസ് ഒന്നും സക്സസ് ആവണമെന്ന് ഇല്ല. കാരണം അവരുടെ ബാക്കിയെല്ലാം ബാലൻസിൽ നോക്കിയിട്ടായിരിക്കും അവരത് നിർദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അവര് പറയും നിങ്ങൾ ഇങ്ങനെ സാധാരണ മെഡിസിൻ ഒക്കെ കൊടുത്ത് ഹോമിലേക്ക് കൊണ്ടുപോയിക്കോ, കാരണം നിങ്ങളുടെ എക്സ്പെൻസ് അല്ലെ വളരെയധികം കോസ്റ്റ് ഒക്കെ കൊടുത്ത് ഇവിടെ കിടത്തിയിട്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് വലിയ ഉപകാരങ്ങളൊന്നും സംഭവിക്കില്ല. ഇതൊക്കെ സാധാരണയായിട്ട് നമ്മളെല്ലാം അറിയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളാണ്. അപ്പൊ അത്തരത്തിലുള്ള രീതിയിലും ഒരു ട്രാൻസ്ഫർ നിർദ്ദേശിക്കാം. അതാണ് പറയുന്നത് ട്രാൻസ്ഫർ ഈസ് ഡിഫൈൻഡ് ആസ് പ്രിപ്പയറിംഗ് പേഷ്യന്റ്, കംപ്ലീറ്റിംഗ് റിക്വസ്റ്റ് റെക്കോർഡ്സ്. നമ്മുടെ റിക്വസ്റ്റുകളെല്ലാം കൊടുത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ചും അവരായിട്ട് ഡിസ്കസ് ചെയ്തും അത് ഷിഫ്റ്റിംഗ് പേഷ്യന്റ് ടു അനദർ ഡിപ്പാർട്ട്മെന്റ്, വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക്. ഇപ്പൊ ഈവൻ എന്താ പറയുക പേഷ്യന്റ് റിലേറ്റീവ്സ് നേരിട്ട് നമ്മൾക്കും വേണമെങ്കിൽ ചോദിക്കാം അല്ലെ, നമ്മുടെ ഈ ഹോസ്പിറ്റലിലെ സൗകര്യങ്ങൾ മതിയായ രീതിയിൽ രോഗിക്ക് ഇംപ്രൂവ്മെന്റ് വേണ്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോ ഡിസ്കഷനിലൂടെ ഡോക്ടറിനോട് മസ്റ്റായിട്ട് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾക്ക് പോകണം എന്ന് നമ്മൾ നിർദ്ദേശിക്കും അല്ലെ, ആവശ്യപ്പെടും. അതാണ് റിക്വസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ റിക്വസ്റ്റ് പോലും അല്ലെങ്കിൽ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാം ഇങ്ങനെ കൊണ്ടുപോകണമെന്ന്. ഈവൻ എന്താ പറയാ പേഷ്യന്റ് കൂടെയുള്ള റിലേറ്റീവ്സിനും ഇത് ആവശ്യപ്പെടാം, നമുക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് ആവശ്യപ്പെടാം. ആ രീതിയിലും എന്താ പറയാ ട്രാൻസ്ഫർ എന്ന സംഭവം നടക്കുകയുണ്ട്. അതാണ് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ ദ ഹോസ്പിറ്റൽ ഓർ ടു അനദർ ഹോസ്പിറ്റൽ ഓർ ഹോം. 3 രീതിയിലും സംഭവിക്കാം. ഒന്ന്, രോഗിയെ പരിചരിക്കുന്നതോടൊപ്പം ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാം ഇതിനേക്കാൾ വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഈവൻ അതല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഇംപ്രൂവ്മെന്റ്സ് ഒന്നും വരുന്നില്ല എങ്കിൽ റിലേറ്റീവ്സിനോ മറ്റാർക്കെങ്കിലും ഈ ഡോക്ടറിൽ നിന്നും എന്താ പറയുന്ന റിക്വസ്റ്റോട് കൂടിയിട്ട് രോഗിയെ പോകണം എന്ന് ആവശ്യപ്പെടാം. പിന്നെ അന്തർ കേസ് എന്താ പറയുന്ന ഈ രോഗിക്ക് വയ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇംപ്രൂവ്മെന്റ് ഒന്നും വരാൻ ചാൻസ് ഇല്ല എങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് എന്താ വീട്ടിലേക്ക് രോഗിയെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു സൗകര്യമുണ്ട്. അപ്പൊ അങ്ങനെ 2-3 രീതികളിൽ നമുക്ക് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്നുള്ള രീതിയെ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? ഡെഫിനിഷൻ ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് അതിന്റെ പർപ്പസ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അതിന്റെ ഉദ്ദേശ്യങ്ങൾ എന്ന് വിവരിച്ച് പറയുന്നുണ്ട്. നമുക്കിത് ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ് എപ്പോഴും നമുക്ക് അതിലേക്ക് ലയിക്കാനായിട്ട് ഇച്ചിരി സമയം എടുക്കും അല്ലെ. പിന്നെ നമ്മൾ അതിലേക്ക് ആ ഒരു ചാപ്റ്ററിലേക്ക് വരാറാണ് പതിവ്. അപ്പൊ ആദ്യം ഇതിന്റെ ഒരു ബേസിക് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇനി അതിന്റെ ഉദ്ദേശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടു ഗെറ്റ് നെസസറി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ. ചിലപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയുന്ന ഒരു എന്തെങ്കിലും രോഗചികിത്സയ്ക്ക് ചെല്ലുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു സ്റ്റാർട്ടിങ് ഒക്കെ മനസ്സിലാകുന്നത്. അപ്പൊ അതിന്റെ ഡയഗ്നോസ്റ്റിക് വീണ്ടും അതിന്റെ നിർണയത്തിന് വേണ്ടിയിട്ട് പ്രൊസീജിയർ അതുമായ നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ട്
നമുക്ക് ട്രാൻസ്ഫർ അതൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് അങ്ങനെ ട്രാൻസ്ഫർ നടത്താം. ടു പ്രൊവൈഡ് ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ. വീണ്ടും എന്താ പറയുക, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കൂടുതൽ നല്ല ട്രീറ്റ്മെന്റ്, ബെറ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല നഴ്സിംഗ് കെയർ കിട്ടാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫർ എന്ന സംഭവം നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. ടു പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് കെയർ എന്ന് വെച്ചാൽ സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റിലെ കെയർ ആണ് ഈ രോഗിക്ക് ആവശ്യമെന്ന് തോന്നുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ നല്ല ഹോസ്പിറ്റലിലേക്കൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ്. ടു പ്ലേസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ യൂട്ടിലൈസേഷൻ ഓർ അവൈലബിൾ പേഴ്സണൽ ആൻഡ് സർവീസസ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി സ്യൂട്ടബിൾ ആയിട്ടാണ് ഏറ്റവും അനുയോജ്യമായ ഉപയോഗം അല്ലെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രോഗി എത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്യണം. ആ ഒരു മൈൻഡാണ് എപ്പോഴും പേഷ്യന്റിനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ. അപ്പൊ സ്യൂട്ടബിൾ യൂട്ടിലൈസേഷൻ, കറക്റ്റ് ആയിട്ടുള്ള ഉപയോഗത്തിനും അവൈലബിൾ പേഴ്സണൽ ആൻഡ് സർവീസസ്, നല്ല കൃത്യമായിട്ടുള്ള സർവീസുകളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനേക്കാൾ കൂടുതൽ സേവനം മറ്റു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുമെന്ന് തോന്നിയാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ പോകും. ചിലപ്പോഴൊക്കെ കൂടുതൽ ഹൈ എന്താ പറയുക ഫിനാൻഷ്യൽ മുടക്കിയിട്ട് ചില ഹോസ്പിറ്റലിലെ സൗകര്യത്തെക്കാൾ നല്ല ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ മറ്റൊരു ഹോസ്പിറ്റലിൽ കിട്ടുന്നൊക്കെ അതൊക്കെ തോന്നിയാല് അങ്ങനെയൊക്കെ ഒരു രീതിയിൽ ട്രാൻസ്ഫർ നടത്താനായിട്ട് സാധ്യതയുണ്ട്. ടു മാച്ച് സെവറിറ്റി ഓഫ് നഴ്സിംഗ് കെയർ ബേസ്ഡ് ഓൺ പേഷ്യൻസ് ലെവൽ ഓഫ് നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. അതായത് സെർവിങ് ഓഫ് നഴ്സിംഗ് അവരുടെ സേവനങ്ങൾ എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ ലെവൽ ഓഫ് നീഡ്സ്, പേഷ്യന്റിന്റെ ലെവൽ അനുസരിച്ച് വ്യത്യാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ അറിയാൻ പറ്റും ഈ വ്യക്തിക്ക് ഇത്രയും നഴ്സിംഗ് സപ്പോർട്ട് പോരാ, ഇച്ചിരിയും കൂടിയും കൂടുതൽ കെയർ ആവശ്യമാണെന്ന് തോന്നും അല്ലെ. അപ്പൊ അതിന്റെ ആവശ്യകത ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ട്രാൻസ്ഫർ നടത്താറ്. അപ്പൊ ഇത്തരം ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ട്രാൻസ്ഫറുകൾ, അതായത് പേഷ്യന്റിന്റെ ട്രാൻസ്ഫർ നടത്തുന്നത് എന്നുള്ളതാണ്. ഒക്കെയാണോ എന്തൊക്കെയാണ് പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന ഒരു മേഖല ആയതുകൊണ്ട് കുറച്ച് നമുക്ക് എന്താ പറയുക പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പർപ്പസിന്റെ കാര്യത്തില്? ആരുമൊന്നും പറയുന്നില്ല, തമ്പു വയ്ക്കുന്നില്ല, ചെറിയ സ്പീഡായി പോയോ? ടു ഗെറ്റ് നെസസറി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ, അതായത് രോഗം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെതായ സ്റ്റെപ്പുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കൂടുതൽ നഴ്സിംഗ് നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്നത് ഉള്ള ഉദ്ദേശമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടണം, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് കെയർ കിട്ടണം, അല്ലെങ്കിൽ എന്താ പറയുക കൂടുതൽ എന്താ പറയുക പേഷ്യൻസ് നഴ്സിന്റെ കെയർ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയുക യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ പേഴ്സണൽ ആൻഡ് സർവീസ്, കൂടുതൽ സർവീസും സേവനവും കിട്ടിക്കഴിഞ്ഞാൽ ഈ രോഗി പെട്ടെന്ന് തന്നെ ഇംപ്രൂവ് ചെയ്യും എന്നൊക്കെ ഉള്ള ആ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ഇതെല്ലാം ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്, അതായത് പേഷ്യന്റിനെ ഒരു ഹോസ്പിറ്റലിന്റെ നമ്മൾ പരിശീലിക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ഇൻ കേസ് ഹോമിലേക്കോ അല്ലെ, നമ്മള് പ്രായമായവരൊക്കെ ആണെങ്കിൽ ഒരു ഇച്ചിരി കൂടി ശാന്തമായിട്ട് അത് കിടക്കാൻ എന്താ പറയുക വ്യക്തികൾ അത് കൈകാര്യം ചെയ്ത് എന്നൊക്കെ ഉള്ള ഒരു മൈൻഡൊക്കെ ആയിരിക്കും. അവരുടെ വീട്ടിൽ കിടന്ന് എല്ലാവരുടെയും എന്താ പറയുക സംസാര രീതികളും ഇതെല്ലാം കണ്ട് കേട്ട് ഇച്ചിരി കൂടി സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്നുള്ള മൈൻഡൊക്കെ ഉണ്ടാവും. ഇൻ കേസ് മോർ ഇംപ്രൂവ്മെന്റ് ഒന്നും വരുന്നില്ല, ഈ കണ്ടീഷനിലൊന്നും മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല എങ്കിൽ ഡോക്ടേഴ്സ് അതൊക്കെ നിർദ്ദേശിക്കും. അങ്ങനെ അപ്പൊ അത്തരത്തിലുള്ള ഉദ്ദേശങ്ങളാണ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിൽ നടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ ആണോ? ഇനി നമുക്ക് വീണ്ടും പറയാനുള്ളത് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ആണ്. എന്താണ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്? ഏതരത്തിലുള്ള ട്രാൻസ്ഫർ, എന്തൊക്കെ തരത്തിലുള്ള ട്രാൻസ്ഫറുകളാണ് നടക്കുന്നത് പേഷ്യന്റിന്റെ കാര്യത്തില് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്താ പറയാ ഡെഫിനിഷനിലും അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ഇൻട്രൊഡക്ഷനിലൊക്കെ പറഞ്ഞ മാതിരി തന്നെയുള്ള കാര്യമാണ്. അതായത് ഇന്റേണൽ ട്രാൻസ്ഫർ ആൻഡ് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ. ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും എന്താണ് ഇന്റേണൽ ട്രാൻസ്ഫർ. നിങ്ങൾ തന്നെ ഇന്ന് ആക്റ്റീവ് ആയി കഴിഞ്ഞ് നിങ്ങൾ സൈലന്റ് ആയിട്ട് ഇന്റേണൽ ട്രാൻസ്ഫർ ഇപ്പൊ ഇത്രയും പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു. ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മെസ്സേജ് അയച്ച് ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, വിതിൻ ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഷിഫ്റ്റിംഗ് അല്ലെ, അതാണ് എന്താ ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പൊ എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്തായിരിക്കും? ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ, ഹോസ്പിറ്റലിലേക്ക് തന്നെ. ഓക്കെ, അപ്പൊ ഇനി എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്തായിരിക്കും? അനന്തർ ഹോസ്പിറ്റൽ, പുറത്തേക്ക് ഏതെങ്കിലും വേറെ ഇതിലേക്ക്. ഓക്കെ, ഗുഡ്, മതി. അപ്പോ നിങ്ങൾ ആക്റ്റീവ് ആണ്, ഇപ്പൊ എന്നോടൊപ്പം തന്നെ നിങ്ങൾ ചിരിക്കുന്നുണ്ട്. ഓക്കെ, ഗുഡ്, എല്ലാവരും തന്നെ ഇരിക്കുന്നുണ്ട്.
അപ്പോ ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ നമുക്ക് മനസ്സിലായി, ഇൻട്രൊഡക്ഷനിലും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ കൊടുക്കുന്നതാണ്. എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് അല്ലെങ്കിൽ ഹോമിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെന്ററിലേക്കോ ഒക്കെ നിർദ്ദേശിക്കുന്നതാണ്. ഇതന്നെ പറയുന്നത് ടു ട്രാൻസ്ഫർ ദ പേഷ്യന്റ് ഇൻ എ യൂണിറ്റ് that provides a special care or care situated to his requirements. Example, from a general ward to ICU. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇത് ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ നോക്കിയേ, നമ്മൾ സാധാരണയായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ എപ്പോഴും കൈകാര്യം ചെയ്യുന്ന ഒരു മേഖല തന്നിട്ട് ജനറൽ വാർഡിൽ നിന്ന് ICUയിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യും അല്ലെ. കൂടുതൽ രോഗം വർദ്ധിച്ചു വരുമ്പോഴെന്താണ് സാധാരണ രീതിയിലുള്ള ചികിത്സ പോരാ, ഈ വ്യക്തിയെ ഈ പേഷ്യന്റിനെ ICUയിലേക്ക് കൊണ്ടുപോയി 10 ദിവസം പരിചരിക്കേണ്ടതായിട്ട് വരും അല്ലെ. അങ്ങനെയൊക്കെയുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടാണ് പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് ഒക്കെ എടുക്കുന്നു. അപ്പൊ യെസ്, അത് തന്നെ പറയുന്നത് അത് ഇന്റേണൽ ട്രാൻസ്ഫറിൽ പറയും. മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നമ്മൾ അയക്കുന്നത് പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് എന്താ, ജനറൽ വാർഡിൽ ടു ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. Then external transfer, to transfer the patient from one hospital to another hospital for purpose of special care. Example, from general hospital to specialized hospital, cancer center. So external transfer നേരത്തെ പറഞ്ഞ മാത്രം തന്നെ സാധാരണ രീതിയിൽ ഹോസ്പിറ്റലിന്റെ ജനറൽ വാർഡിൽ നിന്ന് ICUയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്കോ, ഹോസ്പിറ്റലിൽ തന്നെ അല്ല മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ല അയക്കുന്നത്. പിന്നെ എന്താണ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഹോസ്പിറ്റൽ നിർദ്ദേശിച്ചത് അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ആണെങ്കിൽ ചില സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലാണ്. ഇപ്പൊ എല്ലാത്തിനും എന്താ പറയുക, ഓരോ രോഗത്തിന് അനുസൃതമായിട്ടുള്ള ഹോസ്പിറ്റലുകൾ, അതിന് വേണ്ടി മാത്രമുള്ള കുറെ ഹോസ്പിറ്റലുകളൊക്കെ ഉള്ള കാലഘട്ടമാണ്. അപ്പൊ എന്താ ചെയ്യാ, അങ്ങനെ വരുമ്പോൾ രോഗിയെ ആ സ്പെഷ്യലൈസ്ഡ് മാത്രം അത് മാത്രം കൈകാര്യം ചെയ്യുന്ന രോഗിയുടെ രോഗം നിർണയിച്ചതിന് ശേഷം ആ രോഗത്തിന് മാത്രമുള്ള ഹോസ്പിറ്റലിലേക്കൊക്കെ വ്യക്തികളെ കൊണ്ടുപോകും അല്ലെ. അത് പോകാനായിട്ട് ചിലപ്പോൾ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യും, അതല്ലെങ്കിൽ പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് ഒക്കെ ആഗ്രഹിച്ചിട്ട് ഡോക്ടറിൽ നിന്ന് സമ്മതം മേടിച്ച് അത്തരത്തിലുള്ള ചികിത്സ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകും. അതാണ് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ. അപ്പൊ ഇന്റേണൽ ട്രാൻസ്ഫറും എക്സ്റ്റേണൽ ട്രാൻസ്ഫറും ഒക്കെ ആണല്ലോ, പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്തില്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാം. ട്രാൻസ്ഫർ വിത്തിൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ട്രാൻസ്ഫറിൽ എന്തൊക്കെ ഫെസിലിറ്റീസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് നോക്കാം. ചെക്ക് ദ ഡോക്ടേഴ്സ് ഓർഡർ ഫോർ ട്രാൻസ്ഫർ ഓഫ് എ പേഷ്യന്റ്. എ റിട്ടൺ ഡിക്ലറേഷൻ ഈസ് റിക്വയർഡ് ഫ്രം ദ ഡോക്ടർ. ആദ്യം തന്നെ ഈ വ്യക്തിയെ ഇപ്പോ കൂടുതൽ എന്താ പറയാ സർവീസ് ഈ രോഗിക്ക് വേണം എന്ന് തോന്നുമ്പോൾ ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എ റിട്ടൺ ഡിക്ലറേഷൻ ഈസ് റിക്വയർഡ് ഫ്രം ദ ഡോക്ടർ. ഡോക്ടറിൽ നിന്നും കൃത്യമായ ഒരു എഴുതി വാങ്ങിയ ഒരു ഡിക്ലറേഷൻ ഉണ്ടായിരിക്കണം. അതാണ് ഫസ്റ്റിലി വേണ്ടിയിരിക്കുന്നത്. ട്രാൻസ്ഫർ വിത്തിൻ ദ ഹോസ്പിറ്റൽ ആണ് നമ്മളിപ്പോ പറഞ്ഞു പോകുന്നത്. ഹോസ്പിറ്റലിലെ അകത്ത് തന്നെയുള്ള ട്രാൻസ്ഫർ. വീണ്ടും നമ്മൾ പറയുന്നുണ്ട് ഇതിന് ശേഷം, അതായത് കുറെ കാര്യങ്ങൾക്ക് ശേഷമാണ് ട്രാൻസ്ഫർ ടു ആൻ എക്സ്റ്റേണൽ കെയർ ഫെസിലിറ്റി, മറ്റൊരു രീതിയിൽ പുറത്തേക്കുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് വിത്തിൻ ദ ഹോസ്പിറ്റൽ ഫെസിലിറ്റിയാണ്. അപ്പോ ആദ്യം നമ്മൾ പറഞ്ഞു ഡോക്ടറിന്റെ റിട്ടൺ ഡോക്യുമെന്റ് മസ്റ്റ് ആയിട്ട് വേണം എന്ന് പറഞ്ഞു. Then second one പറയുന്നത് intimate the patient and related to be free from anxiety. അതായത് രോഗിക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ എന്താ പറയുക ഹോസ്പിറ്റലിന്റെ വാർഡിലൊക്കെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ആ രോഗിയോടൊപ്പമുള്ള റിലേറ്റീവ്സ് പെട്ടെന്ന് ഉത്കണ്ഠാകുലരാവും അല്ലെ, ആൻസൈറ്റി ഒക്കെ അവർക്ക് പെട്ടെന്ന് എന്താവും ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെ തോന്നും. അപ്പൊ ആ വ്യക്തിയും തമ്മിൽ എന്താണ് ഇന്റിമേറ്റ് പേഷ്യന്റ് ആൻഡ് റിലേറ്റഡ് ടു ബി ഫ്രീ, അതായത് അവരോട് സംസാരിച്ച് ഇടപഴകി എന്താ ഒരു ഫ്രീ ഒരു നല്ലൊരു സെറ്റിൽമെന്റിൽ എത്തിയിരിക്കണം ഇവര് കൊണ്ടുപോണേക്ക് മുമ്പ്. അങ്ങനെ ഒരു റിലേറ്റീവ്സ് ആയിട്ട് ഡിസ്കഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റിൽ വരുന്നത്. Then third, intimate the ward sister where the patient is transferred. ഇപ്പൊ മെയിൻ ആയിട്ട് നമുക്കറിയാം ഒരു വാർഡിൽ അല്ലെ, ജനറൽ വാർഡ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ഹെഡ് ഓഫ് ദ ഇതൊക്കെ ഉണ്ടാവും, ഹെഡ് സിസ്റ്റർ ഒക്കെ ഉണ്ടാവും. അപ്പൊ അവര് എന്തായാലും അറിഞ്ഞിരിക്കണം ഈ വ്യക്തിയെ എവിടേക്ക് ICUയിലേക്കൊക്കെ മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്കോ ICUയിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയും ഇതേമാതിരി തന്നെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആ വ്യക്തിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിവ് ഉണ്ടായിരിക്കണം. Check the അടുത്ത പോയിന്റിലേക്ക് വരാം. Check the chart for the complete recording of important signs, nursing care and treatment given. നമുക്കറിയാലേ നമ്മളൊക്കെ മിക്കവാറും ഹോസ്പിറ്റലൊക്കെ ട്രീറ്റ്മെന്റിന് പോയേക്കണ്ട. അപ്പൊ അവര്
പൊതുവെ ഇപ്പൊ ഈ പറഞ്ഞ ഡോക്ടേഴ്സിന്റെ ഡിക്ലറേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ നഴ്സുമാരെ കുറെ കാര്യങ്ങളൊക്കെ എഴുതിപ്പിച്ചിട്ടുണ്ടാവും അല്ലെ. അവർക്ക് അതെല്ലാം കിട്ടിയതിനു ശേഷമേ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതൊക്കെ ഒരു കൃത്യമായി ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ചെക്ക് ദ ചാർട്ട് ഫോർ ദ കംപ്ലീറ്റ് റെക്കോർഡിംഗ് ഓഫ് ഇമ്പോർട്ടൻറ്റ് സയൻസ്. കറക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സയൻസ് ഇപ്പൊ ഇത്രയും നേരം ഈ വ്യക്തിയെ ശുശ്രൂഷിച്ചത് അല്ലെങ്കിൽ സെർവ് ചെയ്ത നഴ്സിന്റെ ഒക്കെ സൈനോട് കൂടിയിട്ടുള്ള റെക്കോർഡ്സ് ഉണ്ടായിരിക്കണം. നഴ്സിംഗ് കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് കിട്ടുന്നത് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ഈ വ്യക്തിക്ക് കൊടുത്തിരിക്കുന്നത് അല്ലെ. നമ്മളിപ്പോ ഐസിയു ചെല്ലുമ്പോൾ ഇഷ്ടംപോലെ ഐസിയു പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ ഈ വ്യക്തിക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് കിട്ടിയെന്നൊക്കെ അത് കൃത്യമായിട്ട് അറിഞ്ഞാൽ നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതെല്ലാം കൈകാര്യം റെക്കോർഡ് ചെയ്തിരിക്കണം. അതായത് അതൊക്കെ രേഖപ്പെടുത്തിയിരിക്കണം. gather the patient's X-ray, medicine and other belongings. അതായത് ഇവരോടൊപ്പം തന്നെ എക്സ്റേ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ എന്തൊക്കെ മെഡിസിൻസ് ആണ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാ കാര്യങ്ങളും ഇവരോടൊപ്പം തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഉണ്ടായിരിക്കണം. Call of a hospital diet or transfer to the new ward the patient is going. അതായത് പേഷ്യന്റ് പുതിയ വാർഡിലേക്കോ അല്ലെങ്കിൽ ഐസിയുയിലേക്കോ എവിടേക്കാണോ പോണത് അവരുമായിട്ടുള്ള ഓൾ ഓഫ് ഹോസ്പിറ്റൽ ഡയറ്റ് ഓർ ട്രാൻസ്ഫർ ടു ന്യൂ വാർഡ് ദ പേഷ്യന്റ് ഇസ് ഗോയിങ്. പോയിരിക്കുന്ന സ്ഥലങ്ങളിലേക്കുള്ള ഡോക്ടറിന്റെ അടുത്തേക്കും എന്തൊക്കെയാണ് ഇവർ കഴിക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇവരുടെ റുട്ടീൻ, അതായത് ഈ പേഷ്യന്റ് എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളതെല്ലാം ഈ ന്യൂ വാർഡിലുള്ളവരെ അറിയിക്കാം. ഏഡ് ദ റിലേറ്റീവ് ടു ഗാദർ അതർ ബിലോങ്സ്. ഒപ്പം തന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ അല്ലെ. ചിലപ്പോ നമ്മൾ താഴേക്കൊക്കെ പോരുന്നുണ്ട് ഇഷ്ടംപോലെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും അതിലുപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എല്ലാം ഇവരോടൊപ്പം തന്നെ കൊണ്ടുപോകണം. ഷിഫ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ കൊണ്ടുപോയില്ലേ. ഇപ്പൊ നമ്മളെ നഴ്സുമാർ പറയും നിങ്ങൾ അതെടുത്തോട്ടോ, ഈ വ്യക്തിയെ നമ്മൾ ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്, അപ്പോ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ മെഡിസിൻസ് തരുമോ അല്ലെങ്കിൽ ആ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തരൂ എന്നൊക്കെ നമ്മളോട് ആവശ്യപ്പെടും അല്ലെ. അപ്പൊ അത് എല്ലാം നമ്മൾ കൈകാര്യം ചെയ്തിരിക്കണം, കൊണ്ടുപോയിരിക്കണം എന്നുള്ളതാണ് അവിടെ കൃത്യമായിട്ട് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മേക്ക് അറേഞ്ച്മെന്റ്സ്. മേക്ക് അറേഞ്ച്മെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം അറേഞ്ച്മെന്റ്സ് ടു പേ ഓഫ് ഡ്യൂ ബിൽസ് or if going to another hospital. എന്തെങ്കിലും ഇപ്പോ നിലവില് ട്രീറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബില്ലുകളൊക്കെ പേ ചെയ്യാനുണ്ടെങ്കിൽ ആ ബില്ലുകളെല്ലാം കൃത്യമായിട്ട് പേ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. റെക്കോർഡ് ടൈം, മോഡ് ഓഫ് ട്രാൻസ്ഫർ ആൻഡ് ജനറൽ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്. അത് അവരെ കൃത്യമായിട്ട് ഈ എന്താ പറയുക ഇത്രയും നാളിവിടെ അതായത് ഏത് സ്ഥലത്താണോ അവരെ പരിചരിച്ചത് ആ പരിചരിച്ച സമയം അത് കഴിഞ്ഞതിന് ശേഷമാണല്ലോ ട്രാൻസ്ഫർ. അപ്പൊ അതുവരെയുള്ള എന്തെങ്കിലും സംഭവങ്ങളെല്ലാം ഇവരുമായി ബന്ധപ്പെട്ടത്. അപ്പൊ ആ റെക്കോർഡ് ആ ടൈമൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. ദെൻ മോഡ് ഓഫ് ട്രാൻസ്ഫർ ആൻഡ് ജനറൽ കണ്ടീഷൻ. ഏത് രീതിയിലാണ് ഈ വ്യക്തിയെ കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പൊ ചിലപ്പോ ഇതിന്റെ ഇതാണെങ്കിൽ ചിലപ്പോ സ്ട്രക്ചർ വഴിയായിരിക്കും, ചിലപ്പോ വീൽചെയർ എന്താണ് ഉപയോഗിച്ചത് ആ സംഭവങ്ങളെയും നോട്ട് ചെയ്തിട്ട് വെക്കാം. അതായത് മനസ്സിലാക്കിയിരിക്കും. ഇപ്പൊ നിങ്ങൾ വരും കേട്ടോ, നമ്മളെ പേഷ്യന്റിനോട് പറയില്ലേ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോട് പറയില്ലേ വെയിറ്റ് ചെയ്യൂ, ഇപ്പൊ തന്നെ സ്ട്രക്ചർ വരും അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകും വീൽചെയർ കൊണ്ടുവരും. അതുവഴി നമുക്ക് അതൊക്കെ എല്ലാം ഈ റെക്കോർഡിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടാവും. Then next assist the transferring risk patient to wheelchair structure and going along with the patient to new area. Then ഞാൻ വീണ്ടും പറയുന്നത് എന്താണ് ഇവര് അക്കമ്പനി ചെയ്തത്. മോഡ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ആ മാർഗം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മറ്റൊരു ഹോസ്പിറ്റലിലേക്കൊക്കെ പോകേണ്ടി വരുമ്പോഴല്ലേ നമ്മൾ ശരിക്കും എന്താ പറയുക വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അതെല്ലാം ഇതിന്റെ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഇത്തരം സൗകര്യങ്ങളൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ന്യൂ ഏരിയയിലേക്ക് പോകുമ്പോൾ അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം, അത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. ദെൻ ഡെലിവർ പേഷ്യന്റ് ഡോക്യുമെന്റ്സ്, belongings and report orally to the in charge nurse and sister. അതായത് ഈ നമ്മള് ഏത് പേഷ്യന്റ് ഇപ്പോ നമ്മുടെ എന്താ പറയാ ബിസിനസ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന വേർഡ് പോലെ ഡെലിവർ പേഷ്യന്റ് എന്ന് വെച്ചാൽ ആ വ്യക്തിയെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ് ഓറലി അവരോട് പറയണം. അവിടെയുള്ള ഇൻചാർജുള്ള നഴ്സിനോട് പറയണം എന്താണ് ഇത്തരം ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട്, ഇത്തരം ട്രീറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്. അത് മിക്കവാറും ഈ നഴ്സും എന്താ പറയുക ഇവിടെ പരിചരിച്ച നഴ്സും അവിടെ കൊണ്ടുപോകുന്ന അവിടെ റിസീവ് ചെയ്യാൻ വെച്ചിരിക്കുന്ന നഴ്സും തമ്മിലുള്ള ഡിസ്കഷനാണ് ഇവിടെ പറയുന്നത്. Then gather the ward articles. എന്തൊക്കെയൊക്കെ ആർട്ടിക്കിൾസ് വാർഡിൽ ഉപയോഗിച്ചിരിക്കുന്ന എന്തെങ്കിലും ഇത് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളക്ട് ചെയ്യണം. കൊണ്ടുപോകുമ്പോൾ അത് കമ്പനി അല്ലെ അവർക്ക് ഒപ്പം കൊണ്ടുപോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോ വേണമെങ്കിലൊക്കെ ഇത്തരം പാഡുകളോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ യൂസബിൾ ആയിരിക്കും. അത്തരം എല്ലാ ആർട്ടിക്കിൾസും ഇവരോടൊപ്പം തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. Then evaluate the method of transport, inform the receiving nurse.
എന്താ പറയുക റിസീവ് ചെയ്ത നേഴ്സും ഇതെല്ലാം എവാലുവേറ്റ് ചെയ്യുന്ന വെച്ചാൽ മനസ്സിലാക്കാം. അതൊന്നും എന്താ പറയാ എന്തൊക്കെയാണെന്നുള്ളത് അവരെ എവാലുവേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പരിശോധിക്കുക. അങ്ങനെ പരിശോധിച്ച് മനസ്സിലാക്കി വെക്കണം. Maintain the patient's physical welfare during the transport to a new nursing unit. പുതിയ യൂണിറ്റിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ക്ഷേമം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളോട് പറയില്ലേ, ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ അയ്യോ ഇവിടെ വല്ല ബാമുണ്ടോ, എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറയില്ല. ചിലപ്പോഴൊക്കെ അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും ക്ഷേമ പ്രവൃത്തികളൊക്കെ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അവിടുത്തെ ന്യൂ ആയിട്ട് കയറി ചെല്ലുന്ന ആ വാർഡിലുള്ളവർ അത് സൗകര്യം ചെയ്യണം. Then provide oral report about the patient's condition to receiving unit nurse. അതേമാതിരി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നഴ്സുമാരായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അതേമാതിരി ഓറൽ റിപ്പോർട്ടുകൾ പേഷ്യന്റിന്റെ കണ്ടീഷൻസ് എല്ലാം കൃത്യമായിട്ട് നഴ്സിനോട് ഡിസ്കസ് ചെയ്തു. ഇപ്പോഴത്തെ നിലവിലുള്ള കണ്ടീഷൻ ഇതൊക്കെയാണ്. നമ്മൾ ഓട്ടോമാറ്റിക്കലി നഴ്സുമാരെ റിപ്പോർട്ട് ചെയ്താലും ഈ പേഷ്യന്റിന്റെ അക്കോമഡേഷനിലിരിക്കുന്ന റിലേറ്റീവ്സിനോടും അവർ ചോദിക്കാറുണ്ട് എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്നൊക്കെ ഉള്ളത്. വീണ്ടും നമ്മളും പുതിയ സ്ഥലങ്ങളാവുമ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുമുണ്ട്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് ഓൾ ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് കെയർ പ്ലാൻ ഈസ് കംപ്ലീറ്റഡ്. എല്ലാ ഡോക്യുമെന്റുകളെല്ലാം എന്താ പറയുക പുതിയ റിസീവിംഗ് സ്ഥലത്തേക്ക് വരുമ്പോൾ ഇതെല്ലാം കംപ്ലീറ്റഡ് ആണ് അല്ലെ. അവിടെ നിന്ന് വന്നിരിക്കുന്ന സമയം ഇതിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് അവരുടെ ഡോക്ടറുടെ ഡിക്ലറേഷൻ ഉണ്ട്, അവരുടെ സൈൻ ഉണ്ട്, അതായത് നേഴ്സിന്റെ ഇതുവരെയുള്ള പരിശീലിച്ച മെഡിസിൻസിന്റെയും എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് എന്നെല്ലാം ഷുവറായിട്ട് മനസ്സിലാക്കി ഉറപ്പുവരുത്തണം. Then assist the patient's arrival to the new unit. പേഷ്യൻസിനോടൊപ്പം തന്നെ അസിസ്റ്റ് ചെയ്യണം. ആരെങ്കിലും പുതിയതായിട്ടുള്ള സ്ഥലത്തിലേക്ക് എത്തുമ്പോൾ ട്രാൻസ്പോർട്ട് ദ പേഷ്യന്റ് ടു ന്യൂ റൂം ആൻഡ് അസിസ്റ്റ് ദ ട്രാൻസ്ഫറിംഗ് ടു ബെഡ്. അതായത് പേഷ്യന്റിനെ ന്യൂ റൂമിലേക്ക് പുതിയ റൂമിലേക്ക് കൊണ്ടുവരാണ്. ഇപ്പൊ ചിലപ്പോൾ ICU റൂമിലേക്ക് ആയിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് തലങ്ങളിലേക്ക് ആണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിലെ റൂമിലേക്കൊക്കെ ആയിരിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ ഒരു സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു അസിസ്റ്റ് വ്യക്തികളൊക്കെ ഉണ്ടായിരിക്കണം. ബെഡ് വരെ എത്തിക്കുന്നത് വരേക്കും അങ്ങനെ ഒരു ചുമതലയുണ്ട്. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. എക്സ്ചേഞ്ച് ബിലോങ്ങിങ്സ്, മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ്. നേരത്തെ പറഞ്ഞ മാതിരി എല്ലാ സംഭവങ്ങളല്ലേ പേഷ്യന്റിനോടൊപ്പം എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നോ അതും എല്ലാം എന്തൊക്കെ വസ്തുക്കൾ ഉണ്ടായിരുന്നോ. ചിലപ്പോൾ ബെഡ് പാൻ യൂസ് ചെയ്യുന്നവരായിരിക്കും, ചിലപ്പോൾ എന്താ പറയണ പാഡ്സ് യൂസ് ചെയ്യുന്നതൊക്കെ എന്തൊക്കെയാണോ ആർട്ടിക്കിൾസ് ഒക്കെ ഈ നിലവിൽ ആ വ്യക്തി യൂസ് ചെയ്തത് അത്തരം സാധനങ്ങളും അതിനോടൊപ്പം തന്നെ റെക്കോർഡ്സുകളും എല്ലാം കൊണ്ടുവന്നിരിക്കണം പുതിയ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോഴും. The new unit procedure is similar to that of admission procedure. ശരിക്കും പറഞ്ഞാൽ പുതിയ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പുതിയ ഒരു പേഷ്യന്റ് അഡ്മിഷന് വേണ്ടിയിട്ട് എങ്ങനെ വരുന്നത് അതേ രീതിയിൽ തന്നെയായിരിക്കണം ഈ ഹോസ്പിറ്റലിന്റെ ഉള്ളിലാണെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുമ്പോഴേ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. Then clean the unit where patient is admitted and keep ready for the next patient after transferring. ഇപ്പൊ ഒരാ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഹോസ്പിറ്റലിൽ വീണ്ടും അവർ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി ആ റൂമൊക്കെ വെൽ ക്ലീൻ ചെയ്ത് നല്ല പ്രിപ്പയർഡ് നെക്സ്റ്റ് പേഷ്യന്റിന് വേണ്ടിയിട്ട് അത് ക്ലിയർ ഔട്ട് ആയി ചെയ്യും. അതേപോലെ തന്നെ മറ്റു പുതിയ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോഴും അവർക്ക് അവരുടേതായ ആർട്ടിക്കിൾസ് എല്ലാം കൊണ്ട് ആ ഡിപ്പാർട്ട്മെന്റിലേക്കോ ആ റൂമിലേക്കോ അവര് അത് സ്വീകരിക്കുന്ന രീതിയിലേക്ക് അത് മാറ്റിയെടുക്കുന്നതാണ്. അതായത് ക്ലീൻ യൂണിറ്റ് വെയർ പേഷ്യന്റ് ഈസ് അഡ്മിറ്റഡ് ആൻഡ് കീപ് റെഡി ഫോർ ദ നെക്സ്റ്റ് പേഷ്യന്റ് ആഫ്റ്റർ ട്രാൻസ്ഫർ. ഓക്കെ, ഇത് അറിയാവുന്ന കുറെ പോയിന്റ്സ് ഒക്കെയാണ്, പക്ഷെ ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളാണ്. ചില ഇതുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചില സയൻസ് മേടിക്കേണ്ടത് അല്ലെങ്കിൽ ചില റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഡിക്ലറേഷന് അങ്ങനെ കുറെ കാര്യങ്ങൾ എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കേണ്ടത്, മെഡിസിൻ എത്രത്തോളം കൊടുത്തു എന്നുള്ളത് അറിയണം. അല്ലെങ്കിൽ ഇത്ര ഈ ടൈമിലുള്ള ഇപ്പൊ കറക്റ്റ് ചിലപ്പോ ഒരു ഡേയുടെ ഒരു മിഡിലായിട്ട് ഉച്ചയ്ക്കൊക്കെയാണ് ചെല്ലണമെങ്കിൽ ചിലപ്പോൾ ഉച്ച നേരത്തെ മെഡിസിൻ കൊടുത്തോ അല്ലെങ്കിൽ മെഡിസിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, ഫുഡാണെങ്കിലും അതൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തോ എന്നൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് ഒന്നില്ലെങ്കിൽ നേഴ്സ് ഡിസ്കഷൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം, അതല്ലെങ്കിൽ ഓറലി അവരോട് പറഞ്ഞിരിക്കണം. അത് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ചിലപ്പോൾ ഒരു എന്താ പറയുക ഒരു കോഴ്സിന്റെ ഇപ്പൊ ആന്റിബയോട്ടിക് ആണെങ്കിൽ ചിലപ്പോൾ ആ ഒരു കോഴ്സിന്റെ മിസ്സിങ് ഭയങ്കര പ്രോബ്ലംസ് സംഭവിക്കും. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിരിക്കണം. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഒന്നും തന്നെ വിട്ടുപോകാനായിട്ട് പാടില്ല. എന്നാൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കെയർഫുൾ ആയിരിക്കണം എന്നുള്ളതാണ് ഈ പോയിന്റുകളിൽ എടുത്തെടുത്ത് പറയുന്നത്. ഓക്കെയാണോ? നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളാണ്. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തെല്ലാം ഉണ്ടായിരിക്കണം എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതുമാണ്.
ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാനൊരു കറക്റ്റ് വേർഡിന്റെ മീനിങ് പറയാം. എയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹായം എന്നാണ് കേട്ടോ പോയിന്റില്. എയ്ഡ് എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡ് ചിലപ്പോ ആർക്കും എന്താ പറയുക മീനിങ് കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ എയ്ഡ് ദ റിലേറ്റീവ്സ് ടു ഗാദർ അതർ ബിലോങ്ങിങ്സ്, സഹായത്തിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള റിലേറ്റീവ്സ് അതർ ബിലോങ്ങിങ് എല്ലാ ബിലോങ്ങിങ്സ് അല്ലെ, നമ്മൾ ആ റിലേറ്റീവ്സിനോടൊപ്പം തന്നെ ഈ പേഷ്യന്റിന്റെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകണം എന്നുള്ളതാണ്. എയ്ഡ് ദ റിലേറ്റീവ്സ് ടു ഗാദർ ബിലോങ്ങിങ്സ്. ചിലപ്പോ സഹായത്തിന് ഒരാൾ വേണ്ടി വരും അല്ലെ, ഒരു വ്യക്തിയെ ഒരു പേഷ്യന്റിനെ മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവരോടൊപ്പം കുറെ എക്യുപ്മെന്റ്സും കുറെ സംഭവങ്ങളും മാത്രമല്ല കൂടെ നിൽക്കാൻ ചിലപ്പോൾ ഒരാളെ വേണ്ടി വരും. ആ വ്യക്തിയും കൂടി അവരോടൊപ്പം തന്നെ പോയിരിക്കും. ആരാണ് ഈ പേഷ്യന്റിനോടൊപ്പം ഉള്ളതെന്നൊക്കെ ചോദിക്കാറില്ലേ ഹോസ്പിറ്റലൊക്കെ ചെയ്യുമ്പോൾ. അപ്പൊ നമ്മള് പ്രിപ്പയർ ആയിട്ട് അതിന് റെഡി ആയിട്ടിരിക്കും അല്ലെ. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും പോയിന്റുകളൊക്കെ നിങ്ങൾ നോക്കിയേ, ഓക്കെ ആണോ? എന്ന് പറയുന്നുണ്ട്. അത് പോയിന്റ് ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് അപ്പൊ ശ്രദ്ധിച്ച് ഒന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് ശരിക്കും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പൊതുവെ എന്താ പറയാ നഴ്സുമാർ ഡോക്ടേഴ്സ് ഒക്കെ നല്ല എന്താ പറയണ അവരതിന്റെ കാര്യക്ഷമതയോടുകൂടി അതൊക്കെ കൈകാര്യം ചെയ്യുള്ളൂ. ഈ ഡീറ്റെയിൽസ് എല്ലാം അവരെ കറക്റ്റ് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുകയും കാര്യങ്ങളെല്ലാം മറ്റു നഴ്സുമാരുടെ നിന്നാണെങ്കിലും സ്വീകരിക്കുകയും അവരോട് ഓറലി ആണെങ്കിലും അല്ലെങ്കിൽ റെക്കോർഡിക്കുകയാണെങ്കിലും അവർ കാര്യങ്ങൾ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യും. അത് ഒന്ന് എടുത്ത് പറഞ്ഞേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് എക്യുപ്മെന്റ് നെസസറി ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് എ പേഷ്യന്റ്. ഞാൻ ഓർക്കുന്നത് ഈ സെക്കൻഡ് ഇവിടെ വരെ നമുക്ക് എടുക്കാം എന്നുള്ളതാണ്. ട്രാൻസ്ഫർ ഓഫ് എക്സ്റ്റൻഡ് കെയർ ഫെസിലിറ്റി അവിടെ വരെ എടുത്തിട്ട് അപ്പോ ഇത് പറഞ്ഞോട്ടെ. ഓക്കെ ആണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ടൈമിൽ നമുക്ക് ഡിസ്കഷന് വെക്കാനോ, കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. എക്യുപ്മെന്റ് നെസസറി ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ഓക്കെ എന്ന് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു കുറെ കാര്യങ്ങളെല്ലാം ഇത്തരം കാര്യങ്ങളെല്ലാവരും കുറെ സംഭവങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇതിനോടൊപ്പം തന്നെ എക്യുപ്മെന്റ്സ് എന്തെങ്കിലുമൊക്കെ മെഷീൻസ് ഒക്കെ അല്ലെ, എന്തെങ്കിലും വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വീൽ ചെയർ ഓർ സ്ട്രക്ചർ. ഞാൻ നേരത്തെ പറഞ്ഞു ഈ രോഗിയെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോ വീൽ ചെയർ ഉപയോഗിച്ചിരിക്കാം അല്ലെങ്കിൽ സ്ട്രക്ചർ ഉപയോഗിച്ചിരിക്കാം. അതുമായി ബന്ധപ്പെട്ടത് എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. എങ്ങനെ കൊണ്ടുപോകാം അല്ലെ, നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും ഒരു വ്യക്തിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട മെഷീൻ എന്താണെന്നുള്ളത് അല്ലെ, എന്ത് മോഡ് ഉപയോഗിച്ചാണ് എന്ത് മാർക്ക് ഉപയോഗിച്ചാണ് വ്യക്തിയെ കൊണ്ടുപോകുന്നുള്ളത് ആദ്യം അനലൈസ് ചെയ്യും. അതനുസരിച്ച് എക്യുപ്മെന്റ് നമ്മൾ കളക്ട് ചെയ്യും. ഐഡന്റിഫിക്കേഷൻ ലേബിൾസ്, എന്തെങ്കിലുമൊക്കെ ലേബിൾ ഇപ്പോ ഈ വ്യക്തിക്ക് നമുക്കറിയാം ചില അവര് ലേബൽ ഒട്ടിച്ചിട്ടുണ്ടാവും. ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ലേബിൾസ് ഒക്കെ അവരൊട്ടിച്ചിട്ടുണ്ട്. അവർ പറയും ഇത് അവിടെ ഇരുന്നോട്ടെ കേട്ടോ, നിങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ പൈസയിലൊക്കെ ആണെങ്കിലും ഈ ലേബിൾ അവര് മാറ്റുണ്ടാകും നമ്മളോട് നിർദ്ദേശിക്കുന്നുണ്ടാവും. ആ ലേബിൾസ് ചില ഐഡന്റിഫിക്കേഷൻ ചില തിരിച്ചറിയാനുള്ള കുറെ ലേബലുകളാണ്. അതെല്ലാം അവരോടൊപ്പം ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന പേഷ്യന്റിനോടൊപ്പം കൊടുത്തു വിടാം. നമ്മളൊന്നും പൊളിച്ചു കളയാനൊന്നും പാടില്ല ഷിഫ്റ്റ് ചെയ്യുന്ന നേരത്ത്. ദെൻ പേഷ്യൻസ് ബിലോങ്സ്, പേഷ്യൻസിന്റെ ബിലോങ്സ് ആയിട്ടുള്ള എല്ലാ വസ്തുക്കളും നമ്മൾ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യും. ചിലപ്പോൾ ശ്വസിക്കാനോ അല്ലെങ്കിൽ റൈസ് ട്യൂബ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതെല്ലാം അവരോടൊപ്പം തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അത് ട്രാൻസ്ഫർ ചെയ്യും. എക്സ്റേ, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, പേഷ്യൻസ് റിപ്പോർട്ട്സ് ആൻഡ് ഫയൽസ്. എക്സ്റേ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ അല്ലെ മെഡിക്കലില് നമ്മൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തിയോ, നിലവിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് കൈകാര്യം ചെയ്തോ അതെല്ലാം തന്നെ ഇതിനോടൊപ്പം വ്യക്തിയോടൊപ്പം തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. കാർഡിയക് മോണിറ്ററിങ് ഫ്രീക്വന്റ്, ഇപ്പൊ എന്തെങ്കിലും ഹൃദയ സംബന്ധമായിട്ടുള്ള മോണിറ്ററിങ്സ് ഒക്കെ രേഖപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈവൻ അങ്ങനെ രേഖപ്പെടുത്തിയ എന്തെങ്കിലും റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തിയോടൊപ്പം കൊണ്ടുപോകണം എന്നുള്ളതാണ്. എക്യുപ്മെന്റ്സ് നെസസറി ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ്, എന്തൊക്കെ എക്യുപ്മെന്റ്സ് എന്തെങ്കിലും മെഷീൻസ് അല്ലെ, ചിലപ്പോ ഇത്തരം മെഷീൻസ് ഒക്കെ ഘടിപ്പിച്ചിട്ടായിരിക്കും ഈ പേഷ്യന്റിന് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ അടുത്ത സ്ഥലങ്ങളിലേക്കോ കൊണ്ടുപോകുന്നത്. അതെല്ലാം ഇതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്ത് വേണം കൊണ്ടുപോകാൻ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് ട്രാൻസ്ഫർ ടു ആൻ എക്സ്റ്റൻഡ് കെയർ ഫെസിലിറ്റി. ഇതില് പറയുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇന്റർ അല്ല നോക്കാം. മേക്ക് ഷുവർ ദാറ്റ് ദ പേഷ്യൻസ് ഫിസിഷ്യൻ ഹാസ് റിട്ടൺ ദ ട്രാൻസ്ഫർ ഓർഡർ
on his chart and has completed the special transfer form. This form should consist of the patient's diagnostic care summary, drug regimen, and special care instructions such as a diet, physiotherapy. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അവര് ഡിക്ലറേഷൻ ഒക്കെ ചെയ്തു തരും, പക്ഷെ വിതിൻ ദ ഹോസ്പിറ്റലാണ്. ഇനി മറ്റൊരു സ്ഥലത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ അപ്പൊ ഇച്ചിരി കൂടി കെയർഫുൾ ആയിരിക്കണം അല്ലെ. അത് ഇൻ കേസ് എന്തെങ്കിലും നമുക്ക് അറിയണമെങ്കിൽ ഈ ഹോസ്പിറ്റൽ തന്നെ ആവുമ്പോ എന്താ അവിടെ നിന്ന് തന്നെ നമുക്ക് കോൺടാക്ട് ചെയ്ത് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പമാണ്. പക്ഷെ മറ്റു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴോ അവർക്ക് വളരെ കൃത്യമായ അത് ട്രാൻസ്ഫർ ചെയ്യുന്ന റിലേറ്റീവ്സ് അടക്കം ഇത്തരം കാര്യങ്ങളെല്ലാം മേടിച്ചിട്ടേക്ക് പോകുള്ളൂ. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. മേക്ക് ഷുവർ പേഷ്യൻസ് ഫിസിഷ്യൻ ആരാണ് പരിശോധിച്ചത് ആ വ്യക്തി ഡോക്ടറിന്റെ ട്രാൻസ്ഫർ ഓർഡർ ഓൺ ഹിസ് ചാർട്ട്, അതിന്റെ ചാർട്ടിനോടൊപ്പം എന്തൊക്കെ കംപ്ലീറ്റ് ദ സ്പെഷ്യൽ ട്രാൻസ്ഫർ ഒരു ഫോം ഫില്ല് ചെയ്തിരിക്കണം. നമ്മള് എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ ഈ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ എല്ലാം സഹിതം എന്താണ് അതൊരു ഫോം ഫില്ല് ചെയ്തിരിക്കണം. ദിസ് ഫോം ഷുഡ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് നോക്കാം. പേഷ്യൻസ് ഡയഗ്നോസ്റ്റിക് കെയർ സമ്മറി, ആ വ്യക്തിയുടെ രോഗനിർണയവുമായി ബന്ധപ്പെട്ട സമ്മറി ഉണ്ടായിരിക്കും. ഡ്രഗ് റെജിമെൻ, അതായത് എന്തൊക്കെയാ ചികിത്സ സമ്പ്രദായങ്ങളൊക്കെയാണ് ഈ വ്യക്തിക്ക് കൊടുത്തത്. ആൻഡ് സ്പെഷ്യൽ കെയർ ഇൻസ്ട്രക്ഷൻസ്, എന്തൊക്കെ കെയർ ചെയ്യണം, ഇനിയും നിങ്ങൾ തുടരേണ്ടതായിട്ടുള്ള കുറെ കെയേഴ്സ് അല്ലെ, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മേഖലകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് നോട്ട് ചെയ്തിരിക്കണം. സജാസ് ഡയറ്റ് ആൻഡ് ഫിസിയോതെറാപ്പീസ്, എന്തെങ്കിലും ഡയറ്റ് അല്ലെ, ഭക്ഷണ കാര്യത്തിൽ ഇന്ന ഭക്ഷണം ഉൾപ്പെടുത്താൻ പാടില്ല, ഇന്ന ചിലപ്പോ വെള്ളത്തിന്റെ അളവായിരിക്കാം, ചിലപ്പോ ഭക്ഷണത്തിന്റെ അളവായിരിക്കാം, ചിലപ്പോ എന്തെങ്കിലും മെഡിസിന്റെ ഇതൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത്തരം തെറാപ്പികളൊക്കെ കൊടുത്തു ഇനി ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെയുള്ള ഡോക്ടേഴ്സിന്റെ ഒരു കൃത്യമായ റെക്കോർഡ്സ് ഫോമിലും അതായത് ഇതേമാതിരിയുള്ള റെക്കോർഡ്സിന്റെ ഓരോ സ്റ്റെപ്പിലും ഓരോ അതിൽ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഷുഡ് കൺസിസ്റ്റ് ഓഫ് പേഷ്യൻസ് ഡയഗ്നോസ്റ്റിക്, അതായത് രോഗനിർണയവും അതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ റിപ്പോർട്ട്, ഡ്രഗ് റെജിമെൻ എന്തൊക്കെയാണ് ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ നടത്തിയത്, അതിന്റെ സ്പെഷ്യൽ കെയർ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഞങ്ങൾ, അതായത് ഈ ഹോസ്പിറ്റലിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തു, നിങ്ങൾ ഇത്രയും കാര്യങ്ങളെല്ലാം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ചെയ്യേണ്ടതുണ്ട്, ഈ വ്യക്തിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. സച്ചാസ് ഡയറ്റ് ഫിസിയോതെറാപ്പി, ഇങ്ങനെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നോക്കി അല്ലെങ്കിൽ കൂട്ടി നോക്കി, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി നമ്മൾ നടത്തി നോക്കി, ചിലപ്പോൾ ആണെങ്കിൽ ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റിയ വ്യക്തിയാണെങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ ഇപ്പൊ ഹാർട്ടുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളും എന്തെങ്കിലും ചികിത്സകളൊക്കെ നടത്തിയതുള്ളതായിരിക്കും. അപ്പൊ എന്താണോ ആ ട്രീറ്റ്മെന്റ് ചെയ്തതും ഈ ഡോക്ടർ എന്തൊക്കെ കാര്യങ്ങളാണ് ഡയഗ്നോസ്റ്റിന് വേണ്ടിയിട്ട് കൈകാര്യം ചെയ്തത് അതെല്ലാം രേഖപ്പെടുത്തിയ ഒരു സമ്മറി റിപ്പോർട്ട് അത് ഒരു ഫോമിലാക്കി തന്നെ വേണം മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളത്. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നു, complete the nursing summary that includes the patient assessment progress, needed nursing treatments and special needs to make sure the continuity of care. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡോക്ടേഴ്സിന്റെ അല്ലെ, ഡോക്ടർമാരും ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവരുടേതായ റിപ്പോർട്ട് ഉണ്ടാവും. നെക്സ്റ്റ് ഇവരെ പരിചരിച്ച സെർവ് ചെയ്ത നഴ്സിന്റെ ഒരു സമ്മറി റിപ്പോർട്ടുകളെ ഉണ്ടാവും. അതിലെന്താ നഴ്സ് പറയുന്നത്, പേഷ്യന്റ് അസസ്മെന്റ് എന്തൊക്കെയാണ്, പേഷ്യന്റുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഇവര് കൈകാര്യം ചെയ്തത്, പ്രോഗ്രസ് എന്തെങ്കിലും നേട്ടങ്ങൾ അതായത് മാറ്റങ്ങൾ സംഭവിച്ചു, ഇത്രയും ട്രീറ്റ് ചെയ്തിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു, നീഡ് ഓഫ് നഴ്സിംഗ് ട്രീറ്റ്മെന്റ് എന്തൊക്കെ കാര്യങ്ങൾ ഇനിയും ആവശ്യകതയുണ്ട്, ഈ വ്യക്തിക്ക് ഇന്ന ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതുണ്ട്, ഞങ്ങൾ ഇത്രയും പരിശോധിച്ചിട്ട് ഇത്രയും കെയർ ചെയ്തിട്ട് ഇന്ന റിസൾട്ട് ആണ്. അത് സ്പെഷ്യൽ നീഡ്സ് എന്തെങ്കിലും സ്പെഷ്യൽ ഫോക്കസ് ചെയ്ത് നമ്മൾ പറയും ഹാർട്ടിന് സംബന്ധമായിട്ടാണെങ്കിൽ ഇത്രയും ചിലപ്പോ ഈ വ്യക്തി ചിലപ്പോൾ ഇത്രയും ഓക്സിജനായി എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നതിന്റെ അളവ് ഇത്രയും ലിമിറ്റ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജ് ഒക്കെ ആവുമ്പോഴേക്കും മറ്റൊരു ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ അവര് കൈകാര്യം ചെയ്തതും അവർക്കത് ചെയ്തപ്പോൾ ഉണ്ടായ മാറ്റങ്ങളെല്ലാം കൃത്യമായി ഇവർ രേഖപ്പെടുത്തിയിരിക്കണം. ടു മേക്ക് ഷുവർ ദ കണ്ടിന്യൂറ്റി ഓഫ് കെയർ, വീണ്ടും അതിന്റെ കെയർ ഇനിയും തുടർന്നുകൊണ്ടിരിക്കണം. ഈ വ്യക്തിയെ സംരക്ഷിക്കേണ്ടിയിരിക്കേണ്ട മേഖലകൾ എന്നുള്ള രീതിയിൽ ഈ റിപ്പോർട്ടിൽ ഈ സമ്മറിയിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളെല്ലാം അന്നത്തെ രേഖപ്പെടുത്തിയിരിക്കണം. സെറ്റിൽമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ബിൽസ്, ഇപ്പൊ ഓരോ ഹോസ്പിറ്റൽ നമുക്കറിയാം
നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തായാലും ബില്ല് പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതുവരെയും ചികിത്സിച്ച ബില്ലുകളെല്ലാം പേ ചെയ്തിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിട്ടൈൻ ഓൺ 1 copy of a transfer from the nursing summary with the patient chart and pass on the other copies to the receiving facility. മറ്റൊരു അതായത് 2 കോപ്പി എടുക്കാം. പൊതുവെ ചാർട്ടിനോടൊപ്പം 1 കോപ്പി കീപ്പ് ചെയ്യണം. നെക്സ്റ്റ് റിസീവിങ് ആരാണ് എവിടേക്കാണോ കൊണ്ടുപോകുന്നത് ആ ഹോസ്പിറ്റലിലേക്ക് ആവശ്യകരമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങിയ രീതിയിൽ അവർക്കത് വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിൽ അനദർ കോപ്പി റിസീവിംഗ് ആൾക്കാർക്കും വേണ്ടിയിട്ട് നീക്കി വെക്കണം എന്നുള്ളതാണ്. അപ്പോ 4 പോയിന്റ് ആണ് പറഞ്ഞത്. ഒന്ന് ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരെ ട്രാൻസ്ഫർ അതായത് പേഷ്യന്റിനെ പരിചരിച്ചതുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സമ്മറിയും ഫോമുകളും ഫില്ലപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നേഴ്സ്, അവിടുത്തെ ഹെഡ് ഓഫ് ദ നേഴ്സ്, അതായത് ഈ വ്യക്തിയെ പരിചരിക്കുന്നതിന് പ്രാധാന്യം വഹിച്ച മെയിൻ ഹെഡ് ആയിട്ടുള്ള നേഴ്സിന്റെ ഒരു സമ്മറി ആയിരിക്കണം. ദെൻ തേർഡ് എന്ന് പറയുന്നത് സെറ്റിൽമെന്റ് ഓഫ് ബില്ല് കൈകാര്യം ചെയ്തിരിക്കണം. അതുമായി ബന്ധപ്പെട്ട അവ അടയ്ക്കാതെ പൊതുവെ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കില്ല അല്ലെ. അപ്പൊ ആ ബില്ലിന്റെ സെറ്റിൽമെന്റ്സ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു കോപ്പി എടുത്തിട്ടാണ് ഇത് കൊണ്ടുപോകേണ്ടതും. മിക്കവാറും ഹോസ്പിറ്റലുകാർ മസ്റ്റായിട്ടും ഈ ചാർട്ടിനോടൊപ്പം ഒരു കോപ്പി ഉണ്ടായിരിക്കും. നെക്സ്റ്റ് റിസീവിംഗ് ഫെസിലിറ്റിക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോപ്പിയും കൂടി കരുതി വെക്കാവുന്നതാണ്. ഇതാണ് നമ്മൾ എക്സ്റ്റേൺഡ് കെയർ ഫെസിലിറ്റി എന്ന് പറയുന്നതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് വിപുലമായ എക്സ്റ്റേൺഡ് കെയർ എന്ന് പറഞ്ഞാൽ എന്നിട്ടർത്ഥം വിപുലമായ പരിചരണത്തിന് കൂടുതൽ ഫെസിലിറ്റി, കൂടുതൽ സൗകര്യപ്രദമായ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പരിചരണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോൾ എടുക്കുന്ന 3-4 സ്റ്റെപ്സ് ആണ് കാര്യങ്ങളാണത്. നമ്മളിന്ന് പഠിച്ചത് എന്താണ്? നമ്മള് ഇൻട്രൊഡക്ഷൻ പഠിച്ചു. എന്താണ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്നുള്ള കാര്യം പഠിച്ചു. അതിന്റെ ഡെഫിനിഷൻ, അത് എവിടേക്കൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം അല്ലെ, പേഷ്യന്റിനെ എവിടേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാം, ഹോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, മറ്റൊരു ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്കോ ICUലേക്കോ ഈ ഹോസ്പിറ്റലിൽ തന്നെ അത്തരം സൗകര്യങ്ങൾ അനുസരിച്ച് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിച്ചു എന്താണ് അതിന്റെ ഉദ്ദേശങ്ങൾ, പർപ്പസ് എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ നിങ്ങൾ തന്നെ പറഞ്ഞു. ഇന്റർ ട്രാൻസ്ഫർ, എന്താ പറയുക എക്സ്റ്റേണൽ ട്രാൻസ്ഫർ, നിങ്ങൾ തന്നെ അതിന്റെ ആൻസർ പറഞ്ഞു. അപ്പോ അതിൽ ഇന്റർ ട്രാൻസ്ഫറിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ടതുണ്ടായിരുന്നു നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചു. പിന്നെ ലാസ്റ്റ് നമ്മൾ നോക്കിയത് അതിന്റെ എക്യുപ്മെന്റ്സും നമ്മൾ കവർ ചെയ്തു. ലാസ്റ്റ് എന്താ പറയുക നെക്സ്റ്റ് കൂടുതൽ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട്, കൂടുതൽ ചികിത്സാ സമ്പ്രദായത്തിന് വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലങ്ങളിലേക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് നോക്കിയത്. അപ്പൊ ഇത്രയും വരെ ഓക്കെ ആണോ? ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാം. എന്തെങ്കിലും സെപ്പറേറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതുണ്ടെങ്കിൽ ചോദിക്കാം. കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു നോക്കിയായിരുന്നോ? കഴിഞ്ഞ പാഠത്തിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു നോക്കിയായിരുന്നോ? നമുക്ക് ഇച്ചിരി കൂടി സ്പീഡിലൊക്കെ പോണോട്ടായിരുന്നു. ഇപ്പൊ സ്റ്റാർട്ടിംഗ് ഡേ ആയതുകൊണ്ടാണ് ഇത്തിരി സ്ലോയില് പോയത്. കാരണം കുറച്ച് പോർഷൻസ് ഒക്കെ ഇച്ചിരി കൂടുതൽ പേജസ് ഉള്ളതാണ്. അവിടെ സ്പില്ലേജ് വേസ്റ്റ് പോലെ കുറെ ബൾക്കായിട്ടുള്ള സ്പേജസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി ഇതിൽ പോണം. അപ്പോ മനസ്സിലാവായിക്കുണ്ടോ? ഇന്ന് എടുത്തതിൽ എന്തെങ്കിലും മനസ്സിലാവായിക്കുണ്ടോ? നെക്സ്റ്റ് തുടങ്ങി വെച്ചാൽ എന്ത് ആയിരിക്കും? നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ തുടങ്ങി വെച്ചാൽ എന്തായിരിക്കും ആലോചിച്ചതാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. അടുത്തതിന്റെ ഇതിലെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ചോദിച്ചോ. എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. നെക്സ്റ്റില് നമുക്കുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു A to എന്താ പറയുക D വരെയാണ്. അതായത് മാറ്റം വരെയുണ്ട്. ഈ വരെ അതോടുകൂടി നമ്മുടെ പോർഷൻസ് ഏതാണ്ട് കഴിയും. പിന്നെ ഒരു ചെറിയൊരു ഇതുകൂടെ ഉണ്ട്. അപ്പൊ അതൊരു എന്താ പറയുക കീ എലമെന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പേഷ്യൻസിനെ എന്താ പറയുക എന്തൊക്കെ കൃത്യമായിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ ചിലപ്പോഴൊക്കെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആംബുലൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ചിലപ്പോ ആ ആംബുലൻസിൽ തന്നെ ചില രീതിയിലൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ്. ചിലപ്പോൾ വിത്ത് ഡോക്ടേഴ്സും നഴ്സുമാരുടെയും അക്കമ്പനി അത് അവരെയും കൂടി കൂട്ടി ചിലപ്പോൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരും.
അപ്പൊ മറ്റ് വേറെന്തെങ്കിലും രീതിയിൽ ചിലപ്പോഴൊക്കെ എന്താ പറയണ്ട മറ്റ് ഡോക്ടേഴ്സ് ഒന്നും വേണ്ടാതെ വളരെ സിമ്പിൾ ആയിട്ട് എന്താ പറയാ പേഷ്യന്റെ റിലേറ്റീവ്സിനെ മാത്രം നിർത്തി ഷിഫ്റ്റ് ചെയ്യുകയും ചിലപ്പോൾ ഏതെങ്കിലും എക്യുപ്മെന്റ്സോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യേണ്ടതൊക്കെ വരും. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊക്കെ കുറച്ച് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെയാണ്. അല്ലെങ്കിൽ ആദ്യം തന്നെ ഡിസിഷൻ എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെ കുറച്ച് സ്റ്റെപ്പ് ആയിട്ടുള്ളതാണ്. അപ്പൊ തുടങ്ങി വെച്ചാൽ അത് അതിനൊരു ഫിനിഷിങ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ തുടങ്ങാത്തത്. അപ്പൊ ഈ ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തായാലും ചാപ്റ്ററിനോടൊപ്പം എത്താൻ പറ്റി അല്ലേ? നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കാം, നിങ്ങൾക്ക് ഇതുവരെ എന്താ മനസ്സിലായി എന്നുള്ളത്. നെക്സ്റ്റ് ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഇത് ഇത്രയും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. ഈ ട്രാൻസ്ഫർ വിത്ത് ദ ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും 2-3 പോയിന്റ്സ് നിങ്ങൾ ആരെങ്കിലും പറയുമോ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കേൾക്കാലോ. ഒരു 2-3 മിനിറ്റ് കൂടെ ഉണ്ട്. പറഞ്ഞോളൂ. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് 2 വിധമാണ്. ഒന്ന് ഇൻട്രാ ഒന്ന് മറ്റൊന്ന് ഇന്റർ പേഷ്യന്റ്. ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള സംഭവമാണ് ഇൻട്രാ. പിന്നെ മറ്റു ഹോസ്പിറ്റലിലേക്ക് സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിലേക്കുള്ള ട്രാൻസ്ഫർ ആണ് ഇന്റർ. അല്ല, ഹോസ്പിറ്റലിന്റെ അകത്തുള്ളതാണ് ഇന്റർ. ഹോസ്പിറ്റലിന് പുറത്തേക്ക് പോകുമ്പോൾ ഇത്രയാവും. ഇന്റർ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ മാറിപ്പോയി അങ്ങോട്ട്. ഓക്കെ, ഇന്റർ ആണെങ്കിൽ നമ്മളെ ഹോസ്പിറ്റൽ വിത്തിൻ ദ ഹോസ്പിറ്റൽ. ഇന്റർ ആവുമ്പോഴാണ് ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെയാണ്, എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ടേം ഒന്നും മാറില്ല. ഇന്റർ എന്ന് പറയുന്നത് ഉള്ളിൽ തന്നെ, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ. ഇൻട്ര എന്ന് പറയുമ്പോഴാണ് ഔട്ട്സൈഡ് മറ്റേതെങ്കിലും ഫെസിലിറ്റികളും സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിലേക്ക്. ഓക്കെ, ഗുഡ്. നമ്മക്ക് വെരി ക്ലിയർ ആയിരുന്നു. ഓക്കെ, എനിവേ ഗുഡ്. എന്തായാലും എന്താ പറയാ റിപ്ലൈ തന്നതിന് ഗുഡ്. നെക്സ്റ്റ് ആരെങ്കിലും ഒന്ന് പറഞ്ഞ്. ഇൻട്രയും ഹോസ്പിറ്റല് നല്ല ഒരു ഇത് പറഞ്ഞു, ആ ടൈം പറഞ്ഞു. അപ്പൊ ഇനി ട്രാൻസ്ഫർ വിത്തിൻ ദ ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യും, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് കുറച്ച് പറഞ്ഞു. അപ്പൊ ഏതെങ്കിലുമൊക്കെ 2-3 പോയിന്റ്സ് ആരെങ്കിലും പറയാൻ പറ്റുമോ? പേഷ്യന്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോ ഡോക്ടേഴ്സിന്റെ ലെറ്റർ വാങ്ങിക്കണം. പിന്നെ റിലേറ്റീവ്സിനോട് ഡിസ്കസ് ചെയ്തിട്ട് മാറ്റാൻ പറ്റൂ. അതുപോലെ വാർഡിലെ സിസ്റ്ററിനെ അറിയിക്കണം. നിങ്ങൾക്ക് ഇപ്പൊ പഠിച്ചു പോകാൻ പറ്റും. ആൻസർ പറയുമ്പോൾ നിങ്ങൾക്ക് മറ്റെല്ലാവർക്കും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് പോകാൻ പറ്റും. അതാണ് ഞാൻ പറയുന്നതെന്നും നിങ്ങളിൽ നിന്നും പറയുമ്പോൾ എപ്പോഴും അവർക്ക് സമയം കിട്ടിയെന്ന് വരില്ല. ഇനി ഇന്നിത്തിരി ടൈം ഉണ്ട്. അപ്പൊ ബാക്കിയുള്ളവരൊന്നും ശ്രദ്ധിച്ചിരിക്കും, പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, കണ്ടിന്യൂ ചെയ്തു. പിന്നെ എക്സ്റേ, മെഡിസിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കൊണ്ടുപോകണം. പിന്നെ ന്യൂ വാർഡിലേക്ക് മാറ്റുമ്പോ അവിടെ ഉള്ളവരെ അറിയിക്കണം. പിന്നെ സഹായത്തിന് വേറെ രോഗിനെ കൊണ്ടുപോകുമ്പോൾ സഹായത്തിന് ഒരാളെ വെക്കണം. പിന്നെ ബില്ലൊക്കെ ഡ്യൂ ഉണ്ടെങ്കിൽ അതൊക്കെ സെറ്റിൽ ചെയ്യണം. വേറെ ഓക്കെ, ഒരു കുറച്ച് പോയിന്റ് പറഞ്ഞു. നന്നായിട്ടുണ്ട്. അടുത്ത ആള് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. അടുത്ത ബാക്കി പോയിന്റ്സ് നമ്മൾ ഇപ്പൊ ഇദ്ദേഹം പറയാത്ത കുറച്ച് പോയിന്റ്സുകളൊക്കെ ഉണ്ടല്ലോ, കുറെ പോയിന്റ്സ്. ഇത്രയും പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ അടുത്ത കുറച്ച് പോയിന്റ്സ് ആരെങ്കിലും പറഞ്ഞു. എവിടെ ആരും കാണുന്നില്ലല്ലോ. പറഞ്ഞോ, എന്തൊക്കെയൊക്കെ പറയാം. എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലായി കാണുമോ? നിങ്ങൾക്ക് അവരുടെ സ്റ്റാർട്ടിങ് ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ പറഞ്ഞു സാർ. പിന്നെ അനദർ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുമ്പോ ട്രാൻസ്ഫർ ചെയ്യുമ്പോ ഇപ്പൊ ഓക്സിജൻ ഫെസിലിറ്റീസോ വെന്റിലേറ്റർ അങ്ങനെ എന്തെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ സെറ്റിൽ ചെയ്ത് കൊടുക്കണം. പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് അവരെ ട്രാൻസ്ഫർ ചെയ്യാന്. വീൽ ചെയർ അങ്ങനെ സ്ട്രക്ചർ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം.
പിന്നെ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ ന്യൂ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സിസ്റ്ററിനെ അറിയിക്കണം. ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇനിയിപ്പോ എന്തെങ്കിലും എവിടെയെങ്കിലും ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോഴും എന്തെങ്കിലും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡ്യൂട്ടി നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വരികയാണെങ്കിൽ ഇത്തരം പോയിന്റ്സ് പെട്ടെന്ന് നമുക്ക് നോട്ട് ചെയ്ത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കീപ്പ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും അല്ലെ, നമ്മളിപ്പോ സേവ് ചെയ്യേണ്ടതൊക്കെ വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി പോകാനായിട്ട് സാധിക്കും. അപ്പൊ എന്തായാലും കുഴപ്പമില്ലാതെ നിങ്ങൾ ക്ലിയർ ചെയ്തു, ആൻസർ നിങ്ങൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ടൈമിലൊക്കെ ഇച്ചിരി ഇങ്ങനെ ചോദിക്കാനൊക്കെ ആയിട്ടും സമയം ഉണ്ടാവണമെന്നില്ല. ഞാൻ തുടങ്ങാഞ്ഞത് എന്റെ എൻഡിങ്ങിൽ എത്താൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ അല്ലേ, എല്ലാവരും മനസ്സിലായി അല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാമല്ലോ. ഓക്കെ, താങ്ക് യു. Thank you.